ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നോസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിലേലിൽ കണ്ട ലക്ഷ്മീപതി മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതായത് ധന ആഗമനത്തിന് ബഹുവിശേഷമായി കരുതപ്പെടുന്ന ഒന്നാണ് ലക്ഷ്മീപതി മന്ത്രം. കാരണം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനക്കുറവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതല്ലേ. പണം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിലയും ഉള്ളൂ, സന്തോഷം സമാധാനവും ഉള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണം തന്നെയാണ് വലുത്. കാരണം അതുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തന്നെ ഒരു ഊർജം കിട്ടുള്ളൂ. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ടും കഠിനാധ്വാനത്തോടെ കൂടിയും ചെയ്തോളൂ. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് അതുപോലെ തുടർന്നോളൂ. അതിന്റെ കൂടെ തന്നെ ധനം വരുന്നതിന് വേണ്ടിയിട്ട് ഈ ലക്ഷ്മീപതി മന്ത്രം കൂടി ഒപ്പം ചൊല്ലിക്കോളൂ. തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതായിരിക്കും. 2 വരികളും എളുപ്പത്തിൽ ജപിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നെൽവിളക്ക് കൊളുത്തി വെച്ച് ജപിക്കാൻ കഴിഞ്ഞാൽ അത്യുത്തമമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സാധിക്കാത്തവർക്ക് സാധാരണ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി അതും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ മുന്നിൽ വെച്ചുകൊണ്ടിട്ട് ഈ പ്രാർത്ഥന ചെയ്തോളൂ കേട്ടോ. അതായത് ഈ മന്ത്രം ജപിച്ചോളൂ. ദേവിയെ മനസ്സിൽ കണ്ട് പ്രയാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളൂ. ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റി വെച്ച് സന്തോഷത്തോടു കൂടി ദേവിയും നിങ്ങളും മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു ചിന്ത വരണം നിങ്ങളുടെ മനസ്സിൽ. എന്നിട്ട് ഈ മന്ത്രം ജപിച്ചോളൂ. ദിവസവും 108 തവണ ജപിച്ചോളൂ കേട്ടോ. 108ൽ എത്രത്തോളം കൂട്ടാമോ അത്രയും കൂട്ടിക്കോളൂ. എപ്പോഴും ഞാൻ മന്ത്രങ്ങൾ കൂട്ടി ജപിക്കാനാണ് പറയുക, ഒരിക്കലും കുറയ്ക്കാൻ പറയില്ല. കാരണം അത്രയും എൻ്റെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പൊ 108ൽ കൂടുതൽ ജപിക്കാൻ കഴിയുന്നവർ ജപിച്ചോളൂ. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. ഇനി മന്ത്രം പറയാം. ലക്ഷ്മി ചാരു കുജദ്വന്ദ കുങ്കുമാങ്കിത വക്ഷസേ നമോ ലക്ഷ്മി പദേ തുഭ്യം സർവാഭീഷ്ട പ്രദായിനെ. ഒന്നുകൂടി പറയാം. ലക്ഷ്മി ചാരു കുജദ്വന്ദ കുങ്കുമാങ്കിത വക്ഷസേ നമോ ലക്ഷ്മി പദേ തുഭ്യം സർവാഭീഷ്ട പ്രദായിനെ. ഇതാണ് മന്ത്രം ട്ടോ. തീർച്ചയായിട്ടും ജപിക്കാൻ തുടങ്ങിയാൽ ധനസമൃദ്ധിയും മനസ്വസ്ഥതയും കൈവരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒന്ന് ജപിച്ച് നോക്കിക്കോളൂ. 2 വരി മന്ത്രയിലുള്ള അപ്പൊ തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം വേണ്ടുവോളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്